മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മളൊരു ബിഗിനർ ആകുമ്പോൾ ചിന്തിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പോയിന്റ്സ് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് പറയുന്നത് പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഹെവി ലിഫ്റ്റിംഗ് അല്ല, ദ വേ വി എക്സസൈസ് ദ പ്രോപ്പർ ഫോമിൽ, ആ പ്രോപ്പർ ഫോമിൽ എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന മസിലിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ അഭിപ്രായത്തിൽ, രണ്ടാമത്തെ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എങ്ങാനും നിങ്ങൾ തുടങ്ങാൻ വിചാരിച്ചു, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചാൽ ബാക്കിൽ നിന്ന് കുത്താനും ബാക്കിൽ നിന്ന് കളിയാക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടാവും. ബാക്കിൽ നിന്ന് കളിയാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഫേസ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ബോഡി ഷെയ്മിങ്, ആ ആൾക്കാരെ കുറ്റം പറച്ചിലും, ആ ആൾക്കാരെ എന്താ പറയാ നമ്മളെ ഇടങ്ങാറാക്കുന്ന ആൾക്കാരൊക്കെ ഓവർകം ചെയ്ത് നെക്സ്റ്റ് ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മെയിൻ നമ്മളെ വിഷയം, നമ്മളെ മെയിൻ ചർച്ച എന്ന് പറയുന്നത്, ആസ് യു ഹാവ് സീൻ ഇൻ തംബ്നെയിൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് തിങ്സ് യു ഷുഡ് നോ ഇഫ് യു ആർ എ ബിഗിനർ അറ്റ് ജിം എന്ന് പറയാം. കാരണം കുറേ ആൾക്കാർക്കുള്ള സംശയമാണ്, നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന എന്താണ്, കുറേ ആൾക്കാർ ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാരൊക്കെ പ്രോട്ടീൻ ഷേക്സ് അടിക്കുന്ന നമ്മൾ കാണും. അപ്പോൾ ഫസ്റ്റ് ടൈം ജിമ്മിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സംശയങ്ങളുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യാനും. ലൈക്ക് കുറേ ആൾക്കാർ ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും പലതും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഇത്ര ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഞ്ചുറീസ് വരാതിരിക്കാനും അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള പ്രോഗ്രഷൻ ഉണ്ടാവാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടോ. ഞാൻ പറയാറുണ്ട്, എല്ലാവരും ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആയാൽ ജിം സ്റ്റാർട്ട് ചെയ്യുക. ഏത് പുതിയ കൊല്ലം സ്റ്റാർട്ട് ചെയ്തോ, ന്യൂ ഇയർ ആയോ തുടങ്ങി, ഇതാണ് അവസ്ഥ. എല്ലാ കൊല്ലവും വരും, സ്റ്റാർട്ട് ചെയ്യും, നെക്സ്റ്റ് മന്ത് നിർത്തും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പോലെ അറിയില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മൾ മൈൻഡ് സെറ്റ് ബെസ്റ്റ് ആക്കി വെച്ച് അത്ര ഡിസിപ്ലിൻ ആയിട്ട് മെന്റലി നമ്മൾ സെറ്റ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഗോള്. ആസ് യു ആർ സെർച്ചിങ്, ഗോള് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം ഈഗോ ലിഫ്റ്റിങ് അല്ലേ. ഭയങ്കരമായിട്ട് ഇപ്പോൾ ജിമ്മിൽ പോയാൽ കാണാം, വേറൊരുത്തന് എടുക്കണ സെയിം വെയിറ്റ് എനിക്ക് എടുത്തേ പറ്റൂ, അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ ഇപ്പൊ ഈഗോ ലിഫ്റ്റിംഗ് ഇപ്പൊ മത്സരമാണ്. ഇപ്പൊ ഇങ്ങനെ കാർ റേസിംഗ് പോലെ ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് കുറെ കേസസ് നമ്മൾ കാണുന്നുണ്ട്. ഈ മസിൽ ടേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ലൈക്ക് എന്താ പറയാ ഓവർലോഡ് കാരണം കൊണ്ട് നമ്മളെ ലിഗമെന്റ്സിനോട് സ്ട്രെയിൻ വരുന്നത്, അതുപോലെ തന്നെ നമ്മളെ ആംഗിളിൽ നീല് സ്ട്രെയിൻ വരുന്നത്. ചിലപ്പോൾ കുറച്ച് ലീൻ ആയിട്ടുള്ള ആളായിരിക്കും, പക്ഷെ ആൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. അത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഹെവി ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല ലൈക്ക് ഹൈറ്റും ഉണ്ട്, നല്ല തടിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും എന്താ അവൻ ചെറുതാണല്ലോ, അവൻ ഇത്ര 35 kgs അടിക്കുന്നുണ്ട്, പിന്നെ എന്താ എനിക്ക് അടിച്ചാലും വിചാരിച്ചിട്ട് ഞാൻ പോയി അടിച്ചു കഴിഞ്ഞാല് എനിക്ക് ഇഞ്ചുറി ഉണ്ടാവുകയും പിന്നെ അത് എന്ത് ചെയ്യും, നമ്മളെ മൊത്തത്തിൽ ലൈഫ് തന്നെ നമ്മളെ മാറ്റും, ലൈഫ് തന്നെ അവിടെ ചേഞ്ച് ചെയ്യും. അപ്പൊ ഈഗോ ലിഫ്റ്റിംഗ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ആസ് എ ബിഗിനർ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ആൾക്കാർ ചെയ്യുന്നത് കാണും, ലൈക്ക് നല്ല ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് കാണും. പക്ഷെ ഒരിക്കലും അതിലോട്ട് പോകാൻ പാടില്ല. സ്ലോ ആയിട്ട് പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ബിഗിനേഴ്സിന് നോക്കേണ്ട ഒരു സംഭവമാണ് എന്താ പറയുക, കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ ഒരിക്കലും പറയാം ലൈക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യുക, ബൈസെപ്സ് ട്രെയിൻ ചെയ്യുക, ഹെവി ലിഫ്റ്റ് ചെയ്തിട്ട് ബൈസെപ്സ് ട്രെയിൻ ചെയ്യുക, അതൊന്നല്ല ചെയ്യേണ്ടത്. കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ലൈക്ക് സ്ക്വാട്ടിങ്, പുഷപ്സ്, പുള്ളപ്സ്, അങ്ങനത്തെ മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് ഫസ്റ്റ് മന്ത് ഒക്കെ നമ്മൾ ലൈക്ക് ആസ് എ ബിഗിനർ. ഫസ്റ്റ് മന്ത് എപ്പോഴും ഒരു ലേണിംഗ് ഫേസ് എന്നാ പറയാ, നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ജിമ്മിൽ പോണത്, ദിസ് ഇസ് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, അപ്പൊ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം തന്നെ ഒരിക്കലും എക്സ്പെർട്ട് ആവില്ല. എപ്പോഴും ഓരോരുത്തരും ഏതാളായിക്കോട്ടെ, ഇപ്പോൾ അർണോൾഡ് ആയിക്കോട്ടെ, ഏത് ബോഡി ബിൽഡർ ആയിക്കോട്ടെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനറാണ്. 2.5 kgs വെച്ച് തുടങ്ങുന്നുള്ളൂ. ഒരിക്കലും ഒരാൾ 35 സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സും അതൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2.5 അല്ലെങ്കിൽ 5 kgs അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ജിമ്മിൽ പ്രോഗ്രഷൻ ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആണ്, നമ്മളെ ഡയറ്റ് ആണ്. ലൈക്ക് നമ്മള് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ലൈക്ക് 50% എന്താ പറയുക ഡയറ്റും ബാക്കി 25% എക്സസൈസും ബാക്കി 25% സ്ലീപ്പുമാണ് എന്നാ പറയാ, റിക്കവറി. അപ്പൊ 50% ഡയറ്റിന് കൊടുക്കുന്നെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമ്മളെ ബോഡിക്ക് എന്താ പറയാ, നമുക്കറിയാം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ ചെറിയ ചെറിയ മൈക്രോ ടിയേഴ്സ് ഉണ്ടാവുന്നുണ്ട്.
മൈക്രോ ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മുറിവുകളാണ്. അപ്പൊ ആ മുറിവ് കാരണം കൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ ഈ ഡോംസ് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പെയിനുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ പെയിന് എന്താ ഹീലായി വരണമെങ്കിൽ, അതേപോലെ അതിന് ഹൈപ്പർ ട്രോഫി ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണം. അപ്പൊ ഈ പ്രോട്ടീൻ നമ്മൾ ഡയറ്റിൽ എടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നോർമലായിട്ട് ആ സെയിം നോർമലായിട്ട് ഹീലാവും, നാച്ചുറലി അത് ഹീലാവും, അതേപോലെ തന്നെ ഉണ്ടാവും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ പ്രോട്ടീൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രോത്ത് ഉണ്ടാവുക, അങ്ങനെയാണ് നിങ്ങൾ ചേഞ്ചസ് ചെയ്യുക, അങ്ങനെയാണ് നിങ്ങൾക്ക് ബോഡിയിൽ മാറ്റങ്ങൾ വരിക. അതേപോലെ നമ്മൾ ഹൈപ്പർ ട്രോഫി ആവും, എന്നുവെച്ചാൽ നമ്മളെ മസിൽസ് അത് ഗ്രോ ആവും, ബിഗർ ആവും. അതേപോലെ ഇപ്പോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, അവർ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തന്നെ പറയാ, ചേട്ടൻ എനിക്ക് ക്രിയാറ്റിൻ വേണം, അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് എടുത്താൽ കൊള്ളാന്നുണ്ട്. എന്റെ ഒരു കസിന്റെ അടുത്ത് പറയാ, അവൻ എത്ര +1 or +2 ആയിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടുത്ത മാസം, എക്സാം ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ പറയാ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, അപ്പൊ ഞാൻ ഏത് ക്രിയാറ്റിൻ ബ്രാൻഡ് എടുക്കണ്ടേ, ക്രിയാറ്റിന്റെ ഏത് ബ്രാൻഡ് എടുക്കണ്ടേ എന്ന് ചോദിച്ചു. എടാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇപ്പോഴേ വേണോ, ഇങ്ങനെ ഇത് വേണോ അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, കുറെ ബ്രാൻഡ് ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ നല്ല ബ്രാൻഡ് നോക്കി ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്താണ്, അവരത് ലേൺ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം റെക്കമെൻഡ് ചെയ്യൂല ഒരിക്കലും. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് വന്ന് ജോയിൻ ചെയ്ത ടൈമിൽ തന്നെ പ്രോട്ടീൻ പൗഡർ കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ക്രിയാറ്റിൻ കഴിക്കണം എന്ന് ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യൂല. ആസ് വി സെഡ് ഏർലിയർ, സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ ഫുഡിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. നമ്മളൊരു നോർമൽ ആസ് എ ബിഗിനർ നമ്മൾ പറയാ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ലൈക്ക് ചിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ എഗ് ആണെങ്കിലോ അല്ലെങ്കിൽ കേർഡ്, ഇങ്ങനത്തെ കുറെ ടൈപ്സ് ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ആസ് എ ബിഗിനർ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ഫുഡാ. പിന്നെ ആൾക്കാർ അഡ്വാൻസ്ഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ആൾക്കാരെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാ, അവർക്ക് ഇപ്പോൾ വർക്കൊക്കെ ആകുമ്പോൾ ചിലപ്പം ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല, അപ്പോൾ ആൾക്കാർ വേ യൂസ് ചെയ്യും. അതിനോട് പ്രശ്നമൊന്നുമില്ല യൂസ് ചെയ്യുന്നതുകൊണ്ട്, ബട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല ഫസ്റ്റ് തന്നെ പോയിട്ട് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാൻ. പിന്നെ ഉള്ളത് വെച്ചാൽ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുറെ പിള്ളേരുണ്ട്, ഒരുപാട് ആൾക്കാർ ഇപ്പൊ മാറിപ്പോയി താമസിക്കണൊക്കെ അല്ലേ, അവർക്കൊക്കെ സപ്ലിമെന്റ്സ് എന്തായാലും ഒരു ടൈം കഴിഞ്ഞാൽ ആവശ്യമാണ്. കാരണം ഹോസ്റ്റലിൽ നിന്ന് ഒരിക്കലും അത്രയും ഫുഡ് നമുക്ക് കിട്ടൂല. അവിടെ കൂടുതൽ കാർബ്സ് ഫുഡായിരിക്കും കൂടുതൽ കിട്ടുക, ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കുറവാ. അങ്ങനത്തെ ആൾക്കാർക്ക് സപ്ലിമെന്റ് എടുത്താൽ ഓക്കെ പറയാം, കാരണം അവർക്ക് സോഴ്സ് കൺവീനിയൻസ് അതേപോലെ അത് ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈസിയാ. ബട്ട് വി റെക്കമെൻഡ് ആൾക്കാർ ആസ് എ ബിഗിനർ യൂസ് ചെയ്യേണ്ടത് ഹോംലി ഫുഡാണ്. പിന്നെ 3 കോമൺ മിസ്റ്റേക്സ്, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന 3 കോമൺ മിസ്റ്റേക്സ്. ഒന്നാണ് ആസ് വി സെഡ് വാമപ്പ്, എപ്പോഴും പറഞ്ഞ സംഭവം വാമപ്പ്. അപ്പൊ ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ഡേ വാമപ്പ് ചെയ്തപ്പോ ലൈക്ക് ഈ കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു വാമപ്പ് എങ്ങനെയാ ചെയ്യേണ്ടത്, ഏതൊക്കെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എൻ്റെ ഒരു ട്രെയിനർ അത്യാവശ്യം എനിക്ക് പറഞ്ഞു തന്നിരുന്നു ആ ടൈമിൽ. പക്ഷെ ഫസ്റ്റ് ഡേ ചെയ്യണ വാമപ്പ് അത് കണ്ടിന്യൂ ചെയ്ത് പോണേ അധികം കണ്ടിട്ടില്ല. എൻ്റെ ഒപ്പം ചെയ്തിരുന്ന ഒരാള് എന്ത് ചെയ്യണം, അവൻ 2 ദിവസം എൻ്റെ ഒപ്പം സെയിം ചെയ്തു, 3-ാം ദിവസം അവന് ഞാൻ സെയിം ടൈമിൽ വന്നേ. പക്ഷെ എന്ത് ചെയ്തു, അവൻ വേഗം വാമപ്പ് ചെയ്ത് വെറുതെ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഏത് മസിൽ ഗ്രൂപ്പ് അത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പോവാണെങ്കിൽ അത് തെറ്റാണ് ശരിക്കും അല്ലേ? ഒരിക്കലും പാടില്ല. നമ്മൾ എപ്പോഴും പറയുന്നതാണ് വാമപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഫുൾ ബോഡി നമ്മൾ ആക്റ്റീവ് ആക്കണം എന്നാണ്. നമ്മളെ ബോഡിക്ക് ഒരു വാർണിംഗ് സൈൻ കൊടുക്കുക, ലൈക്ക് ഒരു പ്രിപ്പയർ ചെയ്യാം നമ്മളെ ബോഡിയിൽ. ലൈക്ക് നമ്മൾ വലിയൊരു സംഭവം ചെയ്യാൻ പോകണേ, ബോഡിയിൽ നിന്ന് പ്രിപ്പയർ ആവണം. ഒരിക്കലും നമ്മൾ വാമപ്പ് ഇല്ലാണ്ട് പോകുമ്പോഴാണ് ഈ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. ഇഷ്ടം പോലെ ഇഞ്ചുറീസ് നമ്മൾ കാണുന്നത് ഈ പ്രോപ്പർ വാമപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഉള്ളൊരു മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല. ഞാൻ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ, കുറേ ആൾക്കാർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അവർ യൂസ് ചെയ്തിട്ടില്ല, അവർ പോലും യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ. പക്ഷെ നല്ല ആൾക്കാരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, ബട്ട് അങ്ങനെയും ആൾക്കാരുണ്ട്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. ചില നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാർ, ഫോർ ഒറ്റ എക്സാമ്പിൾ ഞാൻ ജിം റൈഡർ അല്ല, ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളെ ഷാറൂഖ് ഖാൻ ഉണ്ടല്ലോ, ഷാറൂഖ് ഖാന് നാളെ പാൻ മസാല വിമലിന്റെ പരസ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. അത് അവര് ചുമ്മാ പ്രൊമോട്ട് ചെയ്യല്ലേ ആൾക്കാർക്ക്, അത്രയും ഹാംഫുൾ എന്ന് അറിഞ്ഞിട്ട് പോലും ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അല്ലെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ സംഭവം. മൂന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളെ പ്രോഗ്രഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്തോ ഒരു കാര്യം ഉണ്ടാവില്ല അൺലെസ് യു പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയാം, അൺലെസ് യു പ്രോഗ്രസ് യുവർ എക്സസൈസ് എന്ന് പറയാം. ലൈക്ക് നമ്മൾ എല്ലാ വീക്കിലും ഒരു 5 kg അടിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചേഞ്ച് ബോഡിക്ക് വരാൻ ഇല്ല. ബോഡീനെ നമ്മൾ ചാലഞ്ച് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഒരു 5 kg ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈഗോ ലിഫ്റ്റ് പറയുന്നില്ല. ഇന്നിപ്പോൾ 5 kg ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഞാൻ 7.5 ട്രൈ ചെയ്യാം. 7.5 ട്രൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ 5 kg ഇട്ട്
5 kg വെച്ചിട്ട് റെപ്സ് കൂട്ടാൻ നോക്കും. അപ്പൊ അങ്ങനെ ബോഡീനെ ചാലഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോഡിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ചേഞ്ചസ് ഈ എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ നമുക്ക്. അതായത് ഇന്നിപ്പോ 5 kg ആണെങ്കിൽ നാളെ കുറച്ചുകൂടി വെയിറ്റ് അല്ലെങ്കിൽ റെപ്സ് പ്രോഗ്രസ് ചെയ്യണം നമ്മള്. അതിനെപ്പറ്റി ചില ആൾക്കാർക്ക് മടിയാ. കാരണം ഇപ്പോ ഞാൻ ആദ്യം നോട്ട്സിൽ വെറുതെ കാൽക്കുലേറ്റ് ചെയ്തത്, പിന്നെ എനിക്ക് തന്നെ മടിയായി തുടങ്ങി. ഇപ്പൊ കുറെ ആപ്സ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആപ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, റെസ്റ്റ് ടൈം വരെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ അത്ര ഈസിയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ നല്ല കൺവീനിയന്റ് ആയിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെ എക്സസൈസ് പ്രോഗ്രസ് ചെയ്യാതിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും നിങ്ങളെ വർക്കൗട്ടിൽ നിങ്ങൾ ബോഡിയിലായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. കാരണം ബിഗിനേഴ്സിന് എപ്പോഴും ഡൗട്ടാ എങ്ങനെ എത്തണം, എങ്ങനെയാണ് അതിന്റെ ജേർണി, എങ്ങനെയാണ് അതിന്റെ മാപ്പ്, അതൊന്നും അവർക്ക് അറിയില്ല. വിൽ ബി അപ്ലോഡിങ് വീഡിയോസ് എവറി വീക്ക്, സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ നമ്മൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മോസ്റ്റ്ലി റിയൽ ലൈഫ് സ്റ്റോറീസ്, ഫിറ്റ്നസ് റിലേറ്റഡ് കോണ്ടന്റ്സ് അതൊക്കെ ആയിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു.